ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്കെച്ചപ്പ് ഉപയോഗിച്ച് മോഡൽ ചെയ്യുകയും അതുപോലെ ലൂമിയൻ ഉപയോഗിച്ച് എങ്ങനെ റെൻഡർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി ഓട്ടോക്യാഡിൽ പ്ലാൻ വരച്ചിട്ടുണ്ട്, അത് സ്കെച്ചപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഈ ഒരു പ്ലാനാണ് ഞാൻ സ്കെച്ചപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സിറ്റൗട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഈ ഡ്രോയിങ് ചെയ്തിട്ടുള്ളത് സെൻറ്റിമീറ്ററിലാണ്, 4 ഡയമെൻഷൻ സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ദെൻ സിറ്റൗട്ടിൻ്റെ ഇൻസൈഡ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് 320 സെൻറ്റിമീറ്റർ, അതുപോലെ 130 സെൻറ്റിമീറ്റർ. അതുപോലെ കോളത്തിൻ്റെ സൈസ് 23x23 ഞാൻ ലിവിങ് 320 കൊടുത്തിട്ടുണ്ട്, 240. ഞാൻ ഡൈനിങ് 453 323. അതുപോലെ ഈ ഒരു ഗ്യാപ്പ് 110 60. അതുപോലെ ഈ ഒരു ബെഡ് 330x3 മീറ്റർ, അതായത് 300 സെൻറ്റി. ഓക്കെ, ദെൻ സ്റ്റെയർ കേസ് 180 സെൻറ്റിമീറ്റർ. അതുപോലെ ഈ ഒരു ബെഡ് 310 220. സ്റ്റോർ കൊടുത്തുള്ളത് 120x157. അതുപോലെ കിച്ചൺ കൊടുത്തുള്ളത് 300x270. അതുപോലെ ഒരു കോമൺ ടോയ്ലറ്റാണ്, ഇത് 187x120. അതുപോലെ വാൾ തിക്നെസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളത് 23 സെൻറ്റിമീറ്ററാണ്. പുറത്തുള്ള വാൾ കൊടുത്തുള്ളത് 10 സെൻറ്റി, ഇത് 13 സെൻറ്റി. ഇത് ആവശ്യമില്ല, ഇൻസൈഡൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, ചെയ്യാം. ഇനി നമുക്ക് സ്കെച്ചപ്പ് ഓപ്പൺ ചെയ്യാം. സോ റൈറ്റ് ക്ലിക്ക്, ഓപ്പൺ. സ്കെച്ചപ്പ് ഓപ്പൺ ഇൻ്റർഫേസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സോ നമുക്ക് വേണ്ട യൂണിറ്റ് സെലക്ട് ചെയ്യാം. ഞാൻ സെൻറ്റിമീറ്ററാണ് ആയതുകൊണ്ട് ഞാൻ സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്യണം. സോ നിങ്ങൾ മില്ലിമീറ്റർ ഓർ ഇഞ്ച് മീറ്റർ ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, സ്കെച്ചപ്പ് ഇൻ്റർഫേസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് ഫയൽ സേവ് ചെയ്യാം. അതിനുവേണ്ടി ഫയലിൽ സേവ് ആസ് യു വാണ്ട് ലൊക്കേഷൻ, ഞാൻ ലൊക്കേഷനിൽ സേവ് ചെയ്യാണ്. എനിക്ക് വേണ്ട ലൊക്കേഷനിൽ എനിക്ക് സേവ് ചെയ്യാം. ഓക്കെ, സോ ഇനി നെയിം ഒരു നെയിം നൽകുക. നമുക്ക് ആവശ്യമായൊരു ഫയൽ നെയിം നൽകുക, ദെൻ സേവ് ചെയ്യുക. സോ ഫയൽ നെയിം ഇവിടെ വന്നിട്ടുണ്ടാവും, അതിനർത്ഥം ഫയൽ സേവ് ആയി. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഓട്ടോക്യാഡ് ഫയൽ ഇമ്പോർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫയലിൽ ഇമ്പോർട്ട്, ലൊക്കേഷൻ അവിടെ സേവ് ചെയ്തിട്ടുള്ള നോക്കാം. അവിടുന്ന് നമുക്ക് ഓട്ടോക്യാഡ് സെലക്ട് ചെയ്യാം, ദെൻ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്കെയിൽ തന്നെയാണോ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലൈന് പിക്ക് ചെയ്യുക. ജസ്റ്റ് നമ്മൾ 330 കൊടുത്തുള്ളത്, കറക്റ്റ് സ്കെയിലല്ല ഉള്ളത്. നമുക്ക് ആദ്യം സ്കെയിൽ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക്, എക്സ്പ്ലോർഡ്, അഗെയിൻ ഗ്രൂപ്പ് ചെയ്യുക. ഞാൻ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കീ അസൈൻ ചെയ്തിട്ടുണ്ട്, Ctrl+G. സോ ഗ്രൂപ്പ് ആയിട്ട് ഇപ്പോൾ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഗ്രൂപ്പ് ചെയ്താലും മതി. സോ അതിനുവേണ്ടി നിങ്ങൾക്ക് അങ്ങനെ അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ പോയിട്ട് റെഫറൻസിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്തേക്കാൻ പറ്റും. എനിക്ക് ഗ്രൂപ്പ് ഞാൻ ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം Ctrl+G പ്രസ് ചെയ്യുക. അതിനുശേഷം ആഡ് പ്രസ് ചെയ്താൽ മതി. സോ ഇവിടെ അസൈൻ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഐഡിന് ഞാൻ ഓൾറെഡി Ctrl+H കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ അതായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് എടുത്ത് ആദ്യം തന്നെ പറയുന്നത്. ഓക്കെ, സോ ക്ലോസ് ചെയ്യണേ. നമുക്ക്
ഈ പ്രസ് ചെയ്യാം, അതായത് ടാപ്പ് ടൂൾ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, നമുക്ക് വേണ്ട ഡയമെൻഷൻ 330 എൻ്റർ. സോ ഡു യു വാണ്ട് ടു റീസൈസ് ദ മോഡൽ? ഓക്കെ, അപ്പോൾ റീസൈസ് ചെയ്യുക. അപ്പോൾ സ്റ്റീൽ കറക്റ്റ് ആയിട്ടുണ്ടാവും. ഡബിൾ ചെക്ക് ചെയ്യാം. ഇത് പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ താഴത്തെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇപ്പോൾ കറക്റ്റ് ഡയമെൻഷൻ ചെയ്യുന്നത്. അതുപോലെ വാൾ തിക്സ് 23 സെൻറ്റിമീറ്ററാണ് നൽകിയിട്ട്, അത് കറക്റ്റാണ്. സോ അതിനുശേഷം എനിക്ക് ഏത് സ്റ്റൈലാണ് യൂസ് ചെയ്യുക, ഈസി ഏത് സ്റ്റൈലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ വ്യൂവിൽ പോയിട്ട് ആനിമേഷനിൽ ആഡ് സീനിൽ ക്ലിക്ക് ചെയ്യാണ്. ഏതൊരു പൊസിഷനിൽ പോയാലും ഈ ഒരു പൊസിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ലൊക്കേഷനിലേക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈസി പോലെ ചെയ്യുക. നമുക്ക് ഫൗണ്ടേഷൻ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലാം പ്രസ് ചെയ്യാം. ഓരോ കോർണറും ക്ലിക്ക് ചെയ്ത് ഈ ഒരു സർഫസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസിൽ ഡബിൾ ക്ലിക്ക്, കൺട്രോൾ ജി, ദെൻ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പ്രസ് ചെയ്യുക, പുഷ് ചെയ്യുക, 45 എൻ്റർ. ഫൗണ്ടേഷൻ ആയതിൻ്റെ ശേഷം ഈ ഒരു പ്ലാന് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് മുകളിലോട്ട് വലിക്കുകയാണ്. ഓക്കെ, ദെൻ ഈ ഒരു ഫൗണ്ടേഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടോപ്പിലെ ഫേസ് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ സി, ശേഷം പുറത്ത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് പേസ്റ്റ് ഇൻ പ്ലേസ്, ദെൻ ഗ്രൂപ്പ് ചെയ്യുക, എഡിറ്റ് ഗ്രൂപ്പ്, ശേഷം എഫ് പ്രസ് ചെയ്യുക, അതായത് ഓഫ്സെറ്റിൻ്റെ ഷോട്ടാണ്. ശേഷം കറക്റ്റ് 23 വരുന്നുണ്ട്. ഓൾറെഡി പ്ലാൻ ഉള്ളതുകൊണ്ട് അങ്ങനെ വരുന്നുണ്ട്. ഈ 23 എൻ്റർ അടിച്ചു കൊടുക്കുക. ശേഷം ഈ ഒരു ഫേസ് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ദെൻ പി പ്രസ് ചെയ്തിട്ട് 310 ഓളായിട്ട് കൊടുക്കാം. ഓക്കെ, ശേഷം ഈ ലൈന് ക്ലിക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, കോപ്പി. ഓക്കെ, എന്നിട്ട് കോപ്പി, വീണ്ടും കോപ്പി ചെയ്യുക, എന്നിട്ട് കോപ്പി, കൺട്രോൾ പ്രസ് ചെയ്താൽ മതി, കോപ്പി, കോപ്പി, ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക, പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്ത് കൊടുക്കുക, ഓർഡർ പുഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലോസ് ചെയ്യുക, ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇൻസൈഡൊന്നും ചെയ്യാത്തതുകൊണ്ട് ഡോറൊന്നും ഞാൻ കട്ട് ചെയ്യണില്ല. പുറത്തെ ഭാഗം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഈ ലൈന് ക്ലിക്ക് ചെയ്യുക, പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, കോപ്പി, എന്നൊക്കെ ഈ പ്രസ് ചെയ്തിട്ട് പുഷ് ചെയ്യുക, ക്ലോസ് ചെയ്ത് കൊടുക്കുക. ലൈന് ക്ലിക്ക് ചെയ്യുക, കോപ്പി, കോപ്പി ചെയ്യുക, പുഷ് ചെയ്യുക, ക്ലോസ് ചെയ്ത് കൊടുക്കുക, എന്നൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ലൈന് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്യുക, കോപ്പി, എന്നൊക്കെ കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി, പുഷ് ചെയ്ത് ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം പുഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത് വലിച്ചാലും മതി, പുഷ് ചെയ്താൽ മതി. ലൈനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. ഈ പ്രസ് ചെയ്ത് റൈസ് ചെയ്യുക, ഈ ലൈന് റൈസ് ചെയ്യുക. ശേഷം നമുക്ക് ഈ സിറ്റൗട്ട് ഒന്ന് താഴ്ത്തിയിട്ട് കൊടുക്കാം. ലൈന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഫേസ് സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ആവാൻ
ക്ലോസ് ചെയ്യുന്നത് ആ ഒരു ഭാഗം മാത്രം സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഫൈൻഡ് അതിനുശേഷം ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് 60 സെൻറ്റിമീറ്റർ താഴോട്ട് പുഷ് ചെയ്യുക. ഓക്കെ, എൻ്റർ ചെയ്യുക. ഈ പ്രസ് ചെയ്ത് എറേസ് ചെയ്യുക. ശേഷം ഈ ഒരു ലൈന് താഴത്തെ ലൈന് 3 ലൈന് പിക്ക് ചെയ്യുക. എം പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് കോപ്പി 220 എൻ്റർ. അതിനുശേഷം പി പ്രസ് ചെയ്തിട്ട് ഈ ഒരു പുഷ് കട്ട് ചെയ്യാം. ജസ്റ്റ് ലൈൻ വരച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അഗൈൻ പി പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ലൈന് വരച്ച് ക്ലോസ് ചെയ്യുക. ഈ ഒരു ലൈനിൽ പിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി. ഈ പ്രസ് ചെയ്ത് എറേസ് ചെയ്യുക. പി പ്രസ് ചെയ്ത് ഈ ഭാഗം കട്ട് ചെയ്ത് പുഷ് ചെയ്യുക. ശേഷം നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ കൊണ്ട് മുകളിലോട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുക. പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുക. ദെൻ പുഷ് ചെയ്യുക താഴോട്ട് 35 എൻ്റർ. ഓക്കെ, അതിനുശേഷം ഈ ഭാഗം അകത്തോട്ട് പുഷ് ചെയ്യുക. ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് ഓക്കെ. ശേഷം റെക്റ്റാങ്കിൾ 6 പ്രസ് ചെയ്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഗ്രൂപ്പ് ചെയ്യുക. പുഷ് ചെയ്യുക 15 സെൻറ്റി എൻ്റർ. ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. ഇൻ്റർസെക്റ്റ് ഫേസ് വിത്ത് മോഡൽ പി പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഔട്ട് സൈഡിലേക്ക് ഒരു 60 സെൻറ്റി പ്രൊജക്റ്റ് ചെയ്യാം. അതുപോലെ ഫ്രണ്ടിലേക്ക് ഒരു 90 സെൻറ്റി പ്രൊജക്റ്റ് ചെയ്യുക. എൻ്റർ ചെയ്യുക. 60 സെൻറ്റി എൻ്റർ. ഓക്കെ, നമുക്ക് ഇവിടെ ഷോവൾ വരുന്നുണ്ട്. അത് 6 പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഗ്രൂപ്പ് ചെയ്യുക. താഴോട്ടൊന്ന് പുഷ് ചെയ്യുക. കറക്റ്റ് ഫൗണ്ടേഷൻ്റെ ഡൗൺ സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ടോപ്പിലോട്ട് അതുപോലെ പുഷ് ചെയ്യുക. ശേഷം ഒരു 80 സെൻറ്റി എക്സ്ട്രാ പുഷ് ചെയ്യുക. എൻ്റർ ചെയ്യുക. ദെൻ ജസ്റ്റ് ഈ ഒരു ഇൻ്റർഫേസ് സെലക്ട് ചെയ്യുക. ഇൻ്റർഫേസ് വിത്ത് മോഡൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലൈന് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് ജസ്റ്റ് ലൈൻ വരച്ചു കൊടുത്താലും മതി. സോ അതിനുശേഷം ജസ്റ്റ് ഈ ഒരു ഫേസിലേക്ക് ഞാൻ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ശേഷം നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്ലാബ് ഒന്ന് ഐഡ് ചെയ്യാണ്. അതിനുശേഷം ഈ ഫേസ് ഈ സ്റ്റെയറൊന്ന് ഞാൻ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾ സെലക്ട് ആവുന്നത് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫേസ് സെലക്ട് ഉണ്ട്. കൺട്രോൾ സി. ശേഷം സീനെ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് പേസ്റ്റ് ഇൻ പ്ലേസ്. സോ അവിടെ പേസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു 260 ഹൈറ്റിൽ 2 ഡയറക്ഷനിൽ മുകളിലോട്ട് ഒരിക്കട്ടോ 260 എൻ്റർ. ദെൻ ഗ്രൂപ്പ് ചെയ്യുക. ഈ പ്രസ് ചെയ്തിട്ട് താഴോട്ട് കറക്റ്റ് സ്ലാബിൻ്റെ ഫേസിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഈ പ്രസ് ചെയ്ത് റൈസ് ചെയ്യുക. ഈ ലൈന് പിക്ക് ചെയ്യുക. പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി. ഈ പ്രസ് ചെയ്തിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. ഈ പ്രസ് ചെയ്ത് റൈസ് ചെയ്യുക. ഈ ഒരു ലൈന് നമുക്ക് ഡോർ കൊടുക്കാം. നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് 100 ഈ ഒരു ലൈൻ പിക്ക് ചെയ്യുക. പ്രസ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി 210. ഈ പ്രസ് ചെയ്തിട്ട് റൈസ് ചെയ്യുക. ഈ പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് പുഷ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ഫേസ് നമ്മൾ ജസ്റ്റ് കൺട്രോൾ സി സെലക്ട് ചെയ്തതിനു ശേഷം എഡിറ്റ് പേസ്റ്റ് ഇൻ പ്ലേസ്. ദെൻ ഗ്രൂപ്പ് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് എഫ് പ്രസ് ചെയ്തിട്ട് പാരപ്പറ്റിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. 20 സെൻറ്റി 20 സെൻറ്റി എൻ്റർ. ദെൻ ഈ ഒരു ഫേസ് ഡിലീറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് ഈ ഫേസ് സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ഇൻ്റർസെക്റ്റ് ഫേസ് വിത്ത് മോഡൽ. അതിനുശേഷം ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. കൺട്രോൾ സി. ദെൻ ഈ ഒരു ലൈന് ഈ ഒരു ഫേസ് ഡിലീറ്റ് ചെയ്യുക. ശേഷം എഡിറ്റ് പേസ്റ്റ് ഇൻ പ്ലേസ്. അഗൈൻ ഗ്രൂപ്പ് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് പുഷ് ചെയ്യുക. 60 സെൻറ്റി എൻ്റർ. സെയിം 60 സെൻറ്റി എൻ്റർ. ഓക്കെ, സോ പാരപ്പറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റെയർകേസിൻ്റെ സ്ലാബ് കൊടുക്കാം. നമുക്ക് 6 പ്രസ് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്ത്
ഗ്രൂപ്പ് ചെയ്യുക. ദെൻ കൺട്രോൾ എ, എഫ് പ്രസ് ചെയ്ത് 60 പ്രൊജക്ഷൻ കൊടുക്കുക. ആൻഡ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ ഒരു ഭാഗം ഡീസെലക്ട് ചെയ്യുക. ലൈൻ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കീ പ്രസ് ചെയ്തിട്ട് 15 സെൻറ്റ് ഉണ്ട്. ശേഷം നമുക്ക് വിൻഡോസ് ഡോർസിനൊക്കെ ഓപ്പണിങ്സ് നൽകാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാരപ്പറ്റ് സ്ലാബ് ആഡ് ചെയ്യാണ്. അതുപോലെ സർഫേസ് ഓക്കെ ഷോവാൾ ആഡ് ചെയ്യുക. സിറ്റൗട്ടിൻ്റെ സ്ലാബ്. സോ 6 പ്രസ് ചെയ്തിട്ട് വിൻഡോൻ്റെ സൈസ് 150 ബൈ 150 150,150 അടിച്ചാൽ മതി. ദെൻ ഗ്രൂപ്പ് ചെയ്യുക. എമ്മോ പ്ലസ് കറക്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് സെൻറ്റിമീറ്റർ പിടിക്കുക. അതിനുശേഷം താഴോട്ട് 100 സെൻറ്റി താഴോട്ട് 100 സെൻറ്റി. then നമുക്ക് ഈ ഒരു ഹൈറ്റ് കറക്റ്റ് 210 കിട്ടിയിട്ടുണ്ടാവും. ശേഷം എമ്മ പ്രസ് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, കോപ്പി ക്യൂ പ്രസ് ചെയ്തത് കറക്റ്റ് പാരലായിട്ട് വെച്ചിട്ട് തിരിക്കുക. ഇതാ അഗൈൻ കോപ്പി ചെയ്യുക, വീണ്ടും കോപ്പി ചെയ്ത് കൊടുക്കുക. ക്യൂ സെയിം മെത്തേഡ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കോപ്പി സെയിം വിൻഡോ പിടിച്ചിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ഇത് ഇത്ര വീതി വേണ്ട, അതുകൊണ്ട് നമുക്ക് ചുരുക്കാം. 1 മീറ്റർ മതിയോ. ശേഷം ഒരു വിൻഡോ കോപ്പി ചെയ്യാം, കറക്റ്റ് വിൻഡോ നിർത്താം. ഓക്കെ, അതിനുശേഷം ഓൾ സെലക്ട് ചെയ്ത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്തു. പക്ഷേ ഈ ഒരു കിച്ചണിൻ്റെ വിൻഡോ നമുക്ക് ഹൈറ്റ് വേണ്ടതില്ല. ജസ്റ്റ് സെലക്ട് ചെയ്യുക, ജസ്റ്റ് മൂവ് ചെയ്യുക. നമ്മൾ പ്രസ് ചെയ്തിട്ട് 1 മീറ്റർ മതിയാവും. അപ്പോൾ 80 സെൻറ്റ് മുകളിലോട്ട് വരും. ശേഷം 6 പ്രസ് ചെയ്തിട്ട് 60,60, അതായത് വെന്റിലേറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൻ്റെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. കറക്റ്റ് മിനിറ്റിൽ വയ്ക്കുക വിൻഡോൻ്റെ. ദെൻ കറക്റ്റ് ഈ മിനിറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ കോപ്പി ചെയ്തിട്ട് പിന്നെ കോപ്പി ചെയ്തിട്ട് കറക്റ്റ്. ദെൻ ക്യൂ പ്രസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുക. എല്ലാം അതിൻ്റെ ശേഷം കൺട്രോൾ എ, പൈപ്പിലേക്ക് എക്സ്പ്ലോർ ചെയ്യും. ശേഷം കൺട്രോൾ എക്സ്, ഈ ഒരു ഗ്രൂപ്പ് ചെയ്ത വോള് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ശേഷം പേസ്റ്റ് ഇൻ പ്ലേസ്, ജസ്റ്റ് റൈറ്റ് സെലക്ട് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ശേഷം ഈ പ്രസ് ചെയ്തിട്ട് ഓരോന്നായിട്ട് പുഷ് ചെയ്ത് കട്ട് ചെയ്യുക. പുറത്തോട്ട് പുഷ് ചെയ്താൽ മതി. ബാക്ക് സൈഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ 3 സൈഡേ ചെയ്യുള്ളൂ. അതായത് ഫ്രണ്ട് വ്യൂ, റൈറ്റ്, ലെഫ്റ്റ്. ഇതുപോലെ ഈ ഒരു സൈഡിൽ വിൻഡോ വരുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈൻ ക്ലിക്ക് ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്യാം, കോപ്പി മൂവ് ചെയ്യുക. ഈ ലൈന് ക്ലിക്ക് ചെയ്യുക. എമ്മോ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് ബ്ലൂ ഡയറക്ഷൻ കോപ്പി ചെയ്യുക. പിന്നെ അഗെയിൻ കോപ്പി, ഈ പ്രസ് ചെയ്തിട്ട് അറേസ് ചെയ്യുക. then B പ്രസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഓപ്പണിങ്സ് ആയിട്ട് ഈ ഒരു സൈഡിലെ ഓപ്പണിങ്സ് കംപ്ലീറ്റ് ആയില്ല. സോ ഈ ഭാഗം അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വിൻഡോ ഡിസൈൻ ചെയ്യാം.
അതിന് വേണ്ടിയിട്ട് 6 പ്രസ് ചെയ്യുക, ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഗ്രൂപ്പ് റിവേഴ്സ് സ്പേസ്. ശേഷം ഈ ലൈന് പിക്ക് ചെയ്യുക, എം പ്രസ് ചെയ്യുക, കോപ്പി ചെയ്യുക, ദെൻ സ്ലാഷ് വൈറ്റ്. ഓക്കെ, 3 ഡിവിഷൻ ആക്കിയിട്ട് ദെൻ ഈ ലൈന് പിക്ക് ചെയ്ത് മുകളിലോട്ട് കോപ്പി ചെയ്യുക, 120 എൻ്റർ. ദെൻ ഈ പ്രസ് ചെയ്തിട്ട് ഒരു ലൈന് റൈസ് ചെയ്യുക. ദെൻ ഓൾ സെലക്ട് ചെയ്യുക, എക്സ്റ്റൻഷനിൽ ലാറ്റിസ് മേക്കർ 5 cm 5 cm. ഓക്കെ, ഓക്കെ. ദെൻ റെക്റ്റാങ്കിൾ ഈ ഒരു ഫേസ് ക്ലോസ് ചെയ്യുക, ദെൻ ഗ്രൂപ്പ് ചെയ്യുക, ദെൻ ലൈന് സെലക്ട് ചെയ്യുക, ദെൻ കോപ്പി സ്ലാഷ് 12, ദെൻ Ctrl A, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ദെൻ ലാറ്റിസ് മേക്കർ 1 1 1. ഓക്കെ, ശേഷം ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് അകത്തോട്ട് കൊടുക്കുക, ജസ്റ്റ് ഗ്രിഡിൽ കൊടുക്കാമെന്ന് ഉദ്ദേശം. കോപ്പി ഇൻറ്റു 2. ശേഷം റെക്റ്റാങ്കിൾ 6 പ്രസ് ചെയ്യുക, ഈ ലൈനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക, ഈ ബോക്സ് ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുക, ഈ ലൈന് സെലക്ട് ചെയ്യുക, നമ്മൾ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി സ്ലാഷ് 18. Ctrl A, extension ലാറ്റിസ് മേക്കർ 111. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മൂവ്, നമ്മൾ പ്രസ് ചെയ്ത് സെയിം ഡിസ്റ്റൻസ് മൂവ്. ഓക്കെ, then ഓൺ സെലക്ട് ഗ്രൂപ്പ്, then എഡിറ്റ് ഗ്രൂപ്പ് 6 പ്രസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക, then ഗ്രൂപ്പ് Ctrl A, F പ്രസ് ചെയ്തിട്ട് ഒരു 2 cm ഓപ്ഷൻ കൊടുക്കുക, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഡീസെലക്ട് ഡിലീറ്റ്, F പ്രസ് ചെയ്തിട്ട് 5 എൻ്റർ, ഈ ഫേസ് Ctrl C, then ഡിലീറ്റ്. ഈ പ്രസ് ചെയ്തിട്ട് ഒരു 2.5 cm ഓപ്ഷൻ കൊടുക്കുക, ഷട്ടറാണ് ശേഷം ഗ്രൂപ്പ് ചെയ്യുക, Ctrl A, then എഡിറ്റ് ബേസ് സിംബൽസ്, then ഗ്രൂപ്പ് ചെയ്യുക, പുഷ് ചെയ്യുക, 1 cm ഓഫ്സെറ്റ് പുഷ് ചെയ്യുക, ദെൻ ജസ്റ്റ് മൂവ് ചെയ്യുക, ഓഫ്സെറ്റിലേക്ക് 1 cm അകത്തോട്ട്. ഗ്രൂപ്പ് ചെയ്യുക, മൈക്രോ കമ്പോണൻറ്റ് ക്രിയേറ്റ്, ജസ്റ്റ് മൂവ് ചെയ്യുക, വൈറ്റ് 10 6 പ്രസ് ചെയ്യുക, റെക്റ്റാങ്കിൾ വരയ്ക്കുക, ദെൻ ഗ്രൂപ്പ് ചെയ്യുക, Ctrl G, Ctrl A, F പ്രസ് ചെയ്യുക, 2 ഓപ്ഷൻറ്റ്, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റീസെലക്ട് ഡിലീറ്റ്, F പ്രസ് ചെയ്ത് 5 എൻ്റർ, ഈ ഒരു ഫേസ് Ctrl C, ഡിലീറ്റ്, പുഷ് ചെയ്ത് കറക്റ്റ് 2.5 കൊടുക്കുക. ശേഷം Ctrl A, Ctrl G ഗ്രൂപ്പ് ചെയ്യുക, വിത്ത് ബേസ് സിംബൽസ്, ഗ്രൂപ്പ് ചെയ്യുക, പുഷ് ചെയ്യുക 1 cm എൻ്റർ, ശേഷം മൂവ് ചെയ്യുക 1 cm അകത്തോട്ട് കൊടുക്കുക. അപ്പം നമ്മൾ വിൻഡോ റെഡി ആയി. ഓക്കെ, ശേഷം വിൻഡോ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് വലിച്ചു. സെയിം വിൻഡോ കോപ്പി ചെയ്യുക, ദെൻ ക്യൂ പ്രസ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ സെയിം തിങ് ദിസ് കോപ്പി, ഇവിടുന്ന് ഓർഗനൈസ് ജസ്റ്റ് കോപ്പി ചെയ്യുക, കറക്റ്റ് ചെയ്ത പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ക്യൂ പ്രസ് ചെയ്യുക, കറക്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. Then again copy, then again copy, Ctrl press കൊടുക്കുക, ഫസ്റ്റ് ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യണം, അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുക, ക്യൂ പ്രസ് ചെയ്യുക, ഫസ്റ്റ് ക്ലിക്ക്
then just rotate 90. Okay, നമുക്കൊരു ഷോകൾ പോലെ കൊടുക്കാം. ഞാൻ 6 പ്ലസ് ഡ്രൈവിൻ്റെ പോലെ കൊടുക്കാം. കൺട്രോൾ എ, കൺട്രോൾ സി, ശേഷം കൺട്രോൾ എ 15 സെൻറ്റ്. ജസ്റ്റ് ഈ ഒരു ഫേസ് ഡിലീറ്റ് ചെയ്യാം. പി പ്രസ് ചെയ്തിട്ട് ഒരു 60 സെൻറ്റ് പ്രതീക്ഷ കൊടുക്കും. പി പ്രസ് ചെയ്ത് നമുക്ക് ഒരു സ്ലാബിലേക്ക് കൊടുക്കും. പക്ഷെ നമുക്ക് ഈ ഒരു വിൻഡോ കുറച്ച് പുറത്തോട്ട് കൊടുക്കുക. വിൻഡോ ഇട്ടു. ഇത് പാരറ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഗ്രില്ല് കൊടുക്കാം. ഞാൻ പുഷ് ചെയ്ത് കട്ട് ചെയ്യാം. കറക്റ്റ് ചെയ്ത് ഫേസ് കൊടുക്കാം. ഓക്കെ, സോ ഇൻഡോർ കൊടുത്തില്ല. ജസ്റ്റ് ഈ ലൈൻ പിക്ക് ചെയ്യാം. എം പ്രസ് ചെയ്യാം. 120 അതായത് 120 എൻ്റെ ലൈന് പിക്ക് ചെയ്യാം. പ്രസ് കോപ്പി 210 എൻ്റെ പ്രസ് ചെയ്തിട്ട് ഒരു പേസ് ലൈന് ഡിലീറ്റ് ചെയ്യാം. പുഷ് ചെയ്യാൻ കട്ട് ചെയ്യും. പ്രസ് ചെയ്ത് ഞാൻ കുറച്ച് അങ്ങോട്ട് വലിക്കാം. ഒരു 30 സെൻറ്റി എൻ്റെ 30 സെൻറ്റി ശേഷം ഇവിടെ നമുക്ക് ഗ്ലാസ് കൊടുക്കാം. പ്ലെയിൻ ഗ്ലാസ് 6 പ്രസ് ചെയ്ത് റെക്റ്റാങ്കിൾ കൊടുക്കാം. ഗ്രൂപ്പ് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ലാറ്റിസ് മീറ്ററിൽ 5 സെൻറ്റ് 5 ഗ്ലാസ്. പ്ലെയിൻ ഗ്ലാസ് വന്നിട്ട് ജസ്റ്റ് സെയിം ഡിസ്റ്റൻസ് നോക്കാം. ജസ്റ്റ് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേ ഡിസ്റ്റൻസിനോട് ആയിട്ടുള്ളൂ. ഇവിടെ സംശയത്തിൻ്റെ ആവശ്യമുണ്ട്. സോ ജസ്റ്റ് 6 പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യാം. പുഷ് ചെയ്യാം. കഷ്ടപ്പെട്ട് വരണമെന്നില്ല. അല്ലെങ്കിൽ കുറേ മെത്തേഡ് ആണ്. ജസ്റ്റ് റെക്റ്റാങ്കിൾ കൊടുക്കാം. ജസ്റ്റ് ക്രോസ് ചെയ്ത് കൊടുക്കാം. ഗ്രൂപ്പ് ജസ്റ്റ് വാഷ് ചെയ്യാം. കറക്റ്റ് ബോട്ടം സൈസ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരുപാട് മെത്തേഡ് ഉണ്ട്. എനിക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് വെച്ചില്ല. ജസ്റ്റ് മൂവ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് വിൻഡോ വരയ്ക്കാൻ വേണ്ടിയിട്ട് ലാറ്റിസ് മേക്കർ പ്ലഗിന് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ചപ്പിൻ്റെ 3D വെയർഹൗസിന് വിൻഡോസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടു വയ്ക്കാനും പറ്റുമല്ലോ. ഇവിടെ സ്കെയിൽ ചെയ്താൽ മതി. ഈ ഒരു സൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന വിൻഡോ ഇതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എസ് പ്രസ് ചെയ്യാം. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മാത്രമല്ല, ഇവിടുന്ന് എടുക്കാൻ പറ്റും. കറക്റ്റ് മിഡ് പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ടോപ്പിലും നമുക്ക് ഇവിടെ ഗ്രില്ല് കൊടുക്കാം. വേണ്ടിയിട്ട് 6 പ്രസ് ചെയ്ത് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. സ്മോൾ സെൻറ്റർ സെയിം കോപ്പി ചെയ്യാം. പ്രസ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്യുക. കോപ്പി
ഇല്ല. ജസ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം 6 പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഗ്രൂപ്പ് ചെയ്യുക. ജസ്റ്റ് ഒരു 10 സെൻറ്റ് അകത്തോട്ട് വലിക്കുക. ഒരു ഫേസ് ക്ലിക്ക് ചെയ്യാം. പ്രസ് ചെയ്തിട്ട് കറക്റ്റ് വേണ്ടി